ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ മലബാർ സ്പെഷ്യൽ ഒരു കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ആവുക. പിന്നെ ഇതാ ഞാൻ മുകളിലെ മദ്രസയിലേക്ക് വിട്ടിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴത്തേനും ഉമ്മ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വെറുതെ ഒന്ന് താളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അന്നൂന് രാവിലെ 7 മണിക്കാണ് കേട്ടോ മദ്രസയ്ക്ക് പോകേണ്ടത്. അങ്ങനെ അതിന് മുന്നായിട്ട് ഞാൻ കുളിപ്പിക്കലും യൂണിഫോമൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് കേട്ടോ മദ്രസയ്ക്ക് വിടാറ്. കാരണം വന്നു കഴിഞ്ഞാൽ ഒട്ടും ടൈം ഉണ്ടാവില്ല. 8:30ക്ക് അവൾ വരും. പിന്നെ ഒട്ടും ടൈം ഉണ്ടാവില്ല. ഇതപ്പോൾ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മോള് മദ്രസ വിട്ട് വരുമ്പോഴേക്കും അത് കുടിക്കണം. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഈ ടൈമിൽ തന്നെ ചെയ്തെടുക്കാറ്. ഇന്നിപ്പോൾ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കലാണ്. അപ്പോൾ ഇന്നത് മോൾക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടുകയും വേണം. ഞാൻ എപ്പോഴും ഇതുപോലൊരു ചെമ്പിൽ നിറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ പകുതി കുടിക്കാൻ തിളപ്പിച്ച് എടുക്കണം. ഇന്ന് വെള്ളം തിളയ്ക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേഗം തന്നെ അരിയിടുക ചെയ്തത്. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ്. അതിൻ്റെ ഇടയിൽ മോൾക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകേണ്ട ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ക്യാബേജ് തോരനാണ്. ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ അല്ല ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ അന്നു വരുന്നതിൻ്റെ മുന്നായിട്ട് വേഗം ചായ കുടിക്കുകയാണ്. ഇപ്പോൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ 10 മണിക്ക് ശേഷം കേട്ടോ ടൈം കിട്ടുക. പിന്നല്ലേ ഇതുപോലത്തെ ഒരു ബോട്ടിലൊക്കെ ഞാൻ മേടിക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുക. പ്ലാസ്റ്റിക് കാണിച്ച് പിന്നെ ഉരുകും അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഹെൽത്തിന് നല്ലതല്ലേ അങ്ങനത്തെ ഞാൻ വിചാരിച്ചത്. പക്ഷെ മോള് പറയും ഇതിൻ്റെ വായ്ഭാഗം ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പിലായതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഫോഴ്സിൽ ഇങ്ങനെ മുഖത്തേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. അന്നൂന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചോറും കറിയൊക്കെ ഇതാക്കലാണ്. ഇതാ ടൈം ഇപ്പോൾ 8:30 ആവാറായി. അപ്പോൾ ഞാൻ ചോറും വെള്ളമൊക്കെ സെറ്റാക്കി വെക്കലാണ്. മോളിതാ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ഇനി അവൾക്ക് ചായ കുടിക്കലും ഷൂവും സോക്സൊക്കെ ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ 2 കൊമ്പ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇത് ഉയർത്തി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ 2 കൊമ്പ് പോലെ കാണും. അതുകൊണ്ട് ഞാൻ താഴ്ത്തി കെട്ടിക്കൊടുക്കും കേട്ടോ. എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കെട്ടിയാൽ മാത്രം മതി. ഞാൻ രാവിലെ തന്നെ 7 മണിക്ക് മദ്രസയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഡ്രസ്സും പിന്നെ മുടിയെല്ലാം കെട്ടിക്കൊടുത്തിട്ടാണ് കേട്ടോ വിടുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അന്യുത ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂൾ ബസ് വരാൻ കാത്തിരിക്കുകയാണ്. അതിന് 1 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ സ്കൂൾ ബസ് വരാൻ. അന്നുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഐശ്വര്യ എണീച്ചിട്ടുണ്ട്. അവൾക്ക് ചെറിയൊരു ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട്. മരുന്നുണ്ടെങ്കിലും കണക്കൂർക്ക ആവിയിൽ ഇങ്ങനെ ആവി കയറ്റിയെടുക്കില്ലേ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് അത്രയ്ക്ക് ടേസ്റ്റുള്ള സംഭവമൊന്നും അല്ല. പക്ഷെ അവൾ കൂളായിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഐശുവിനിതാ ഫ്രഷ് ആക്കിയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ മുടി കെട്ടാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അവളിനി അംഗനവാടിയിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാനിതാ മുടി കെട്ടുന്ന ടൈമിൽ ബാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുറകു ഭാഗം ഇതെന്താ പൊന്തി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെന്നും മനസ്സിലായാലുള്ള വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ അത് ശ്രദ്ധിച്ചത്. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉമ്മാൻ്റെ കൂടെ അംഗനവാടിയിലേക്ക് പോവുകയാണ്. ഞാൻ തന്നെ ഹെയർ ബാൻഡ് ഇട്ടോളാന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്ക് ഹെയർ ബാൻഡ് ഇടാണ്.
ഇനി ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കുന്നുണ്ട്. മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു പച്ചക്കറിയുടെ റെസിപ്പിയാണ്. ഇക്കാൻ്റെ ടേസ്റ്റ് മലബാർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പഠിച്ച റെസിപ്പിയാണ്. അപ്പോൾ ഇക്കേണ്ടത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ വീട്ടിൽ തോട്ടത്തിലുണ്ടായ ഒരു കാവത്തും പിന്നെ ഒരു കായും പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, പരിപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാനിത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ 2 വിസിൽ വന്നാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഇത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. നമ്മളൊക്കെ വലിയ ജീരകം ചിക്കനിലൊക്കെ അല്ലേ ചേർക്കുക, ഇത് പച്ചക്കറിയിലാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു മോഡലിൽ ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ, ഒരുപാട് ലൂസാക്കരുത്. ഞാൻ പണ്ട് ഉണ്ടാക്കുന്നത് എപ്പോഴും അതുപോലെ വന്നിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എനിക്കത് ലൂസായി പോകും. അതുകൊണ്ട് ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് വരാറ്. പക്ഷേ ഇപ്പോൾ എനിക്കത് സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ട്രൈപോഡ് ഇതാ പൊട്ടിയിട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഈ പച്ചക്കറിക്ക് സൈഡായിട്ട് ഒരു കുടംപുളി ഇട്ടുള്ള അടിപൊളി മീൻകറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മീൻകറി ഉണ്ടെങ്കിലാട്ടോ ഇത് നല്ല ടേസ്റ്റ്. ഇത് രണ്ടും ഒഴിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. മലബാറിലൊക്കെ അങ്ങനെയാണ് എല്ലാവരും കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് മുന്നേ പറഞ്ഞ പോലെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായും വ്ളോഗ്സിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യാൻ